കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16-കാരനെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സംഭവം. ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതായി വിവരം. ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്ന് സൂചന. പീഡനം നടന്ന സ്ഥലങ്ങളിൽ ചന്ദേര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്വവർഗരതിക്കാർക്കായുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16-കാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായാണ് വിവരം. ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചു നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. കുട്ടിയെ ഉന്നതരടങ്ങുന്ന സംഘം പീഡിപ്പിച്ചത് വീടുകളും ലോഡ്ജുകളും ബീച്ചിനടുത്തുള്ള കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഫുട്ബോൾ പരിശീലകൻ, യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവരാണുള്ളത്. പയ്യന്നൂരിലെയും ചെറുവത്തൂരിലെയും വിവിധ ലോഡ്ജുകൾ, കാലിക്കടവിലെ ക്ലബ് ഓഫീസ്, വിദ്യാർത്ഥിയുടെയും കേസിൽ ഉൾപ്പെട്ട ചിലരുടെയും വീടുകളിലും എത്തിച്ചായിരുന്നു പീഡനം നടന്നയിടങ്ങളിൽ ചന്ദേര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. 3 ജില്ലകളിലായി ആകെ 13 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 കേസുകളിൽ 16 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 5 പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കേസുകൾ അന്വേഷിച്ചു വരുന്നത്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് വിദ്യാർത്ഥി ലൈംഗിക അതിക്രമത്തിനിരയാകുന്ന കേസുകൾ അപൂർവമാണ്. ഇത്തരത്തിൽ കൂടുതൽ പേർ ചതിക്കുഴിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.